ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ഷാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടന്ന 10th പ്രിലിംസിൻ്റെ 4th ഫേസിലുള്ള 80 GK ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ബി. ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. സി. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഡി. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ആൻസർ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെയാണ് പരാമർശിക്കുന്നത്. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് 11. ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. പട്ടിക 7ാമത്തെ പട്ടിക. ഇന്ത്യൻ ഭരണഘടന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 തലത്തിലുള്ള വിതരണം വഴിയാണ് അധികാരം വിഭജനം നടത്തുന്നത്. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 246. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 245. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 1983 നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ ഓപ്ഷൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തത്, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറൻസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. 2. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. 3. രാജ്യസഭയിലേക്ക് അനുച്ഛേദം 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. 4. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത്. ഈ തന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. ആൻസർ ഡി എല്ലാം ശരിയാണ്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ക്രിക്കറ്റിലെ ദൈവം എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതുപോലെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം ടെണ്ടുൽക്കർ ആണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതേപോലെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ബഹുമാന സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2013. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ എ ഓപ്ഷനാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ജോഡി ഒന്ന് പറയാം. കേരള നടനം ഗുരു ഗോപിനാഥ്. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആണ് വരുന്നത്. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥിസുബ്ബൻ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന യക്ഷഗാനമാണ്. കഥകളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. നമുക്ക് അടുത്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്:
എ. സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണിത്. ബി. ലോകത്തിൽ ആദ്യമായി തടികൊണ്ട് നിർമ്മിച്ച ഒരു ഉപഗ്രഹമാണിത്. സി. ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭാഗമാണിത്. ഡി. വളരെ മൃദുവായതും തവിട്ടു നിറത്തിലുള്ളതുമായ അവസാദ ശിലയാണിത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ബി. ലോകത്തിൽ ആദ്യമായി തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിൽ ആദ്യമായി തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത് 2024 നവംബർ 5-നാണ്. 2024 നവംബർ 5-നാണ് ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ലിഗ്നോസാറ്റിൻ്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ആണ്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ആണ് ലിഗ്നോസാറ്റിൻ്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. എ. വ്യോമാതിർത്തി, ജലാതിർത്തി. ബി. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. സി. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ഡി. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ആൻസർ വരുന്നത് ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. 6-ാമത്തെ ക്വസ്റ്റ്യൻ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ആൻസർ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മേളനങ്ങളൊന്നായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേദിയായ നഗരവും കോഴിക്കോട് തന്നെയാണ്. 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്. എ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ബി. ദേശീയ സാക്ഷരതാ മിഷന്റെ ശാക്തീകരണ യജ്ഞം. സി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി. ഡി. സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തിവരുന്ന പരിപാടി. അതിൽ ആൻസർ വരുന്നത് എ ആണ്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17-നാണ് കോട്ടക്കുന്ന്, മലപ്പുറത്ത്. കുടുംബശ്രീയുടെ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ തിരികെ സ്കൂളിലേക്ക് ആരംഭിച്ച വർഷം 2023-ലാണ് അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിനായ തിരികെ സ്കൂളിലേക്ക് ആരംഭിച്ചത്. ഇനി നമുക്ക് 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻസ്. 1. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. 2. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. 3. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആൻസർ വരുന്നത് ബി. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കുള്ളത്. അതേപോലെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഗിഗ് തൊഴിലാളി എന്താണെന്ന് നോക്കാം. ഇത് SCERT-യിലുള്ളതാണ്, പുതിയ SCERT-യിലുള്ളതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പലപ്പോഴും സൗകര്യപ്രദമായ താൽക്കാലികവും വഴക്കമുള്ളതുമായ ജോലികൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ് ഗിഗ് തൊഴിലാളികൾ. എക്സാമ്പിൾസ് നോക്കാം. ഊബർ, ഓല പോലെയുള്ള റൈഡ് ഷെയറിങ്ങൾ, സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഭക്ഷണ വിതരണം, ഗ്രാഫിക് ഡിസൈൻ, കണ്ടന്റ് റൈറ്റിംഗ് തുടങ്ങിയ ഫ്രീലാൻസ് സേവനങ്ങൾ. ഇവയൊക്കെയാണ് ഗിഗ് പ്ലാറ്റ്ഫോമിന് എക്സാമ്പിൾസ്. അടുത്തത് 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഓപ്ഷൻസ്. അശോക മണ്ഡപം, ആസ്ഥാന മണ്ഡപം, മഹാമണ്ഡപം, ഗണതന്ത്ര മണ്ഡപം. ആൻസർ ഗണതന്ത്ര മണ്ഡപം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് C. രാജഗോപാലാചാരി.
രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരാണ് അശോക മണ്ഡപം. അടുത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2024 ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ സെപ്റ്റംബർ 27 പ്രമേയമാണ് വിനോദസഞ്ചാരവും സമാധാനവും. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് മലേഷ്യ. 2025 പ്രമേയം ടൂറിസവും സുസ്ഥിര പരിവർത്തനവും. 2025 ദേശീയ വിനോദസഞ്ചാര ദിനത്തിൻ്റെ പ്രമേയം സമ്പൂർണ്ണ വളർച്ചയ്ക്കായുള്ള ടൂറിസം. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ശരിയായ ആൻസർ പറയാം. സിന്ധു നദിയുടെ പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ആൻസർ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ്. പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? മാർച്ച്, ജൂൺ, നവംബർ മധ്യം, ഡിസംബർ. ആൻസർ നവംബർ മധ്യം. നവംബർ മധ്യത്തിലാണ് റാബിയുടെ വിളയിറക്കൽ കാലം. റാബി വിളകൾ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യും. റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, ബാർലി, കടുക്, കടല, പയറുവർഗ്ഗങ്ങൾ, പുകയില. ഇനി ഖാരിഫ് വിളകൾ നോക്കാം. തെക്ക് പടിഞ്ഞാറൻ വർഷകാലത്തോടെ കൂടി ആരംഭിക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഉഷ്ണമേഖല വിളകളാണ് ഖാരിഫ് കൃഷിയുടെ കാലത്ത് കൂടുതലായും കൃഷി ചെയ്യുന്നത്. ഖാരിഫ് വിളകളാണ് നെല്ല്, പരുത്തി, ചണം, ബജ്റ, കരിമ്പ്, അരി, ചോളം, തുവര, നിലക്കടല. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. സെയ്ദ് കൃഷിക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളാണ് പഴങ്ങൾ, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം? കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ. ആൻസർ മുംബൈ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഉരുമ്പുരുക്കുശാല? ആൻസർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ നോക്കാം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. സഹകരിച്ച രാഷ്ട്രം റഷ്യ. വർഷം 1959. ഭിലായ് സംസ്ഥാനം ഛത്തീസ്ഗഡ്, സഹകരിച്ച രാജ്യം റഷ്യ. വർഷം 1959. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം ഒഡീഷയിലാണ്, സഹകരിച്ച രാഷ്ട്രം ജർമ്മനി. വർഷം 1959. ദുർഗാപൂർ സംസ്ഥാനം ബംഗാളാണ്, സഹകരിച്ച രാഷ്ട്രം ബ്രിട്ടൻ. 1962 നിലവിൽ വന്നത്. ബൊക്കാറോ സംസ്ഥാനം ജാർഖണ്ഡ്, സഹകരിച്ച രാഷ്ട്രം റഷ്യ. വർഷം 1964. ഒന്നുകൂടെ പറയാം. ഭിലായ് ഛത്തീസ്ഗഡ്, സഹകരിച്ച രാഷ്ട്രം റഷ്യ. വർഷം 1959. റൂർക്കേല ഒഡീഷ, സഹകരിച്ച രാഷ്ട്രം ജർമ്മനി. 1959. ദുർഗാപൂർ ബംഗാൾ, സഹകരിച്ച രാജ്യം ബ്രിട്ടൻ. 1962 വർഷം. ബൊക്കാറോ ജാർഖണ്ഡ്, സഹകരിച്ച രാഷ്ട്രം റഷ്യ. വർഷം 1964. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു? ആൻസർ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റാണ് സുവർണ ചതുഷ്കോണം. ബന്ധിപ്പിച്ചിട്ടുള്ള നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്ട് സുവർണ ചതുഷ്കോണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ഹൈവേ പ്രൊജക്റ്റാണ് സുവർണ ചതുഷ്കോണം. 16ാമത്തെ ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? അപ്പം മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത താലൂക്കുകളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ തമിഴർക്ക് ഭൂരിപക്ഷമുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകൾ കിഴക്കേ ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും മദ്രാസിനോട് കൂട്ടിച്ചേർത്തു. അടുത്ത നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ്: എ 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ബി സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഡി മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ക്വസ്റ്റ്യൻ എന്താ? DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ആൻസർ സി ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ ഉൾപ്പെടുന്നില്ല. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് 1952. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനിലാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻസ്: അരൂർ, പറവൂർ, പുനലൂർ, പേരാവൂർ. ആൻസർ വരുന്നത് ബി പറവൂർ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1982 വടക്കൻ പരവൂർ മണ്ഡലത്തിലാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: പീറ്റ്, ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. ആൻസർ ലിഗ്നൈറ്റ്. കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ധൻബാദ്. ജാർഖണ്ഡിലെ ധൻബാദ് ആണ് കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതാണ്. ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതാണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80%. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ നോക്കാം. ജാറിയ, ബൊക്കാറോ, ജാർഖണ്ഡ്. റാണിഗഞ്ച്, ബംഗാൾ. കോർബ, ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യനാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: എ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, അത് ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അതും ശരിയാണ്. സി കുമാരഗുരുദേവൻ സമത്വ സമാജം, അത് തെറ്റല്ലേ? ഡി വരുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, ശരിയാണ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ തെറ്റ്. കുമാരഗുരുദേവൻ അല്ല സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് സമത്വ സമാജമാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. വിഷ്ണുവിൻ്റെ അവതാരം എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ജന്മിമാരുടെ നിർബന്ധിത വേലയ്ക്കെതിരെ ഊഴിയം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വൈകുണ്ഠ സ്വാമിയാണ് സമത്വ സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് സമത്വ സമാജമാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ആൻസർ ആനി ബസന്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻസ്: എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല,
ബി ചൗരി ചൗര സംഭവം, സി ഉപ്പ് സത്യാഗ്രഹം, ഡി ചമ്പാരൻ സത്യാഗ്രഹം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്നത് 1922 ഫെബ്രുവരി 5-നാണ്. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര വില്ലേജിൽ നടന്ന ഒരു ജാഥയിൽ പോലീസും ജാഥ അംഗങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ച് 22 പോലീസുകാർ വെന്തുമരിച്ചു. ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം. 23ാമത്തെ ക്വസ്റ്റ്യൻ. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ഓപ്ഷൻസ്: എ നാനാ സാഹേബ്, ബി താന്തിയ തോപ്പി, സി റാണി ലക്ഷ്മിബായ്, ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ആൻസർ: ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നതും ബഹദൂർ ഷാ രണ്ടാമനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. 1857-ലെ വിപ്ലവത്തിൽ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത സേനാ നായകനാണ് വില്യം ഹഡ്സൺ. ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ചാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. 1858 ഒക്ടോബർ 7-ന് ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാടുകടത്തി. റങ്കൂണിൽ വെച്ച് ബഹദൂർ ഷാ രണ്ടാമൻ അന്തരിച്ചത് 1862-ല്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ്: ബാലഗംഗാധര തിലക്, ബി ബിപിൻ ചന്ദ്രപാൽ, സി ലാലാ ലജ്പത് റായ്, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ: ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ ബ്രിട്ടീഷുകാരാണ് വിശേഷിപ്പിച്ചത്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും ബാലഗംഗാധര തിലക് തന്നെയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓപ്ഷൻസ്: എ രാജാ രവിവർമ്മ, ബി അബനീന്ദ്രനാഥ ടാഗോർ, സി രവീന്ദ്രനാഥ ടാഗോർ, ഡി സത്യേന്ദ്രനാഥ ടാഗോർ. ആൻസർ: അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ വികാസത്തിന് കാരണമായ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചതും അബനീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ഛായ ചിത്രമാണ് ഭാരതമാത. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഓപ്ഷൻസ്: നീതി ആയോഗ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, GST സമിതി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആൻസർ: നീതി ആയോഗ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ: ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയതും ദാദാബായ് നവറോജിയാണ്. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാബായ് നവറോജി. 1886 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷനായി, 1893 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷനായി, 1906 കൊൽക്കത്ത സമ്മേളനത്തിലും ദാദാബായ് നവറോജി തന്നെയാണ് അധ്യക്ഷനായത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാബായ് നവറോജിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ: രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. വേദങ്ങൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻസ്: എ. എച്ച്. എൻ. കുൻസ്രു, ബി. വി. പി. മേനോൻ, സി. കെ. എം. പണിക്കർ, ഡി. ഫസൽ അലി. ആൻസർ വരുന്നത് ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. 30ാമത്തെ ക്വസ്റ്റ്യൻ: ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. 1936. ആൻസർ 1936. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നൊക്കെയാണ് നോക്കാം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം നടന്നത് 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ബി. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, സി. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം, ഡി. ഇവയൊന്നുമല്ല. ഇതിൽ ആൻസർ വരുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32ാമത്തെ ക്വസ്റ്റ്യൻ: അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേതാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ഇന്ത്യ, ശ്രീലങ്ക, സ്വിറ്റ്സർലാൻഡ്. ആൻസർ: ശ്രീലങ്ക. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻസ്: എ. വി. വി. ഗിരി, ബി. ഡോക്ടർ സക്കീർ ഹുസൈൻ, സി. ബാസപ്പ ദാനപ്പ ജെട്ടി, ഡി. ഗ്യാനി സെയിൽ സിംഗ്. ആൻസർ ബി. ഡി. ജെട്ടിയാണ്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ബി. ഡി. ജെട്ടി. ഇന്ത്യയുടെ അവസാന ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു ബി. ഡി. ജെട്ടി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതിയായിരുന്നു ബി. ഡി. ജെട്ടി. ബി. ഡി. ജെട്ടിയുടെ ആത്മകഥയാണ് ഐ ആം മൈ ഓൺ മോഡൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. ആൻസർ: അനുച്ഛേദം 51(4). 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 51(4). 35ാമത്തെ ക്വസ്റ്റ്യൻ: രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 97 ആണ് ആൻസർ. ആർട്ടിക്കിൾ 97 ആണ് ആൻസർ. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 97. വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓഫ് ക്രെഡിറ്റ്, ഗ്രാൻഡ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 116. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. സി. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഡി. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. 36ന്റെ ആൻസർ എ ആണ് വരുന്നത്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാമെന്നുള്ളത് തെറ്റാണ്.
രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. പാർലമെന്റിലെ ഇരു സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കൂ. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാം. പാർലമെന്റിലെ ഇരു സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത നോക്കാം. 37ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷന്റെ ഘടന. അപ്പം ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, ആൻസർ മാത്രം പറയാം. വിവരാവകാശ കമ്മീഷന്റെ ഘടന: മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12. വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 14. മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരല്ല. എന്നാൽ വിവരാവകാശ കമ്മീഷണർ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാർക്കും പുനർനിയമനം ഉണ്ടായിരിക്കില്ല. പക്ഷേ വിവരാവകാശ കമ്മീഷണർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ആൻസർ വി ഹരി നായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ, സെക്ഷൻ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12. സംസ്ഥാനത്തിൻ്റെ ആകുമ്പോൾ സെക്ഷൻ 15. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആൻസർ ബി ആണ്, NH66, മുംബൈ മുതൽ ഗോവ. മുംബൈ ടു ഗോവയാണ് NH66. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത് NH66, മുംബൈ ടു ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് NH66, മുംബൈ ടു ഗോവ 2024 ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബിറ്റുമിൻ റോഡുകളെ അപേക്ഷിച്ച് സ്റ്റീൽ സ്ലാഗ് റോഡുകൾക്ക് ആയുസ് കൂടുതലാണ്. റോഡ് സുരക്ഷയിൽ അപകട സാധ്യതയുള്ള എല്ലാ സൈറ്റുകളും മാപ്പ് ചെയ്യുന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ആൻസർ ആർട്ടിക്കിൾ 39B ആണ്. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 39B. 39D പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം. തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് 39D പറയുന്നത്. 39C പറയുന്നത് സമൂഹത്തിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് സമ്പത്തിൻ്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം തടയാൻ ലക്ഷ്യമിടുന്നു എന്ന് പ്രതിപാദിക്കുന്നത് 39C ആണ്. അടുത്ത നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻസ് തൃശ്ശൂർ, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ. ആൻസർ ഡി ആലപ്പുഴ. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. സ്ഫടികമണൽ അല്ലെങ്കിൽ പഞ്ചാരമണൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് ചേർത്തല, ആലപ്പുഴ. പ്രാചീന കാലത്ത് കരപ്പുറം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചേർത്തല. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻസ് പള്ളിവാസൽ, കല്ലട, കായംകുളം, കൽപ്പാക്കം. ആൻസർ പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് 1940 ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി.
പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി 1900. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ, പമ്പ, പത്തനംതിട്ടയിൽ. 43ാമത്തെ ക്വസ്റ്റ്യൻ, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ആൻസർ 34. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളം. കേരളത്തിൽ ആകെ 34 കായലുകളുണ്ട്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: വയനാട്, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവുമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറുതും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവുമാണ് പൂക്കോട് തടാകം. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് വയനാട്. കേരളത്തിൻ്റെ പച്ചപ്പറുദീസ, കേരളത്തിൻ്റെ സ്പൈസി ഹിൽസ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് വയനാട്. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് നിലവിൽ വന്ന ജില്ല വയനാടാണ്. നഗരവാസികൾ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടാണ്. നഗരവാസികൾ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻസ്: ഭാരതപ്പുഴ, മഞ്ചേശ്വരം പുഴ, ചന്ദ്രഗിരി പുഴ, ചിറ്റാരിപ്പുഴ. ആൻസർ വരുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ വേറൊരു പേരാണ് തലപ്പാടി പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററാണ് നീളം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്. മഞ്ചേശ്വരം പുഴ ഉപ്പള കായലിലാണ് പതിക്കുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓപ്ഷൻസ്: വിശ്വനാഥൻ ആനന്ദ്, സി ബാലകൃഷ്ണൻ, PR ശ്രീജേഷ്, PT ഉഷ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ആൻസർ സി ബാലകൃഷ്ണൻ. 1965 ആദ്യമായൊരു മലയാളി അർജുന അവാർഡ് നേടിയത്. സി ബാലകൃഷ്ണൻ പർവ്വതാരോഹകനാണ്. ബാലകൃഷ്ണൻ പർവ്വതാരോഹകനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. ഓപ്ഷൻസ്: മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാടിലെ ചിറ്റൂരിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണിൻ്റെ pH മൂല്യം 7 മുതൽ 8.5 വരെയാണ്. pH മൂല്യം 7 മുതൽ 8.5 വരെയാണ്. കരിമ്പനകളുടെ നാട് എന്ന് വിശേഷണമുള്ളത് പാലക്കാടിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികൾ ഉള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂരാണ് പറഞ്ഞു. പഴയകാലത്ത് 4 ദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ചിറ്റൂർ. പഴയകാലത്ത് 4 ദേശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചിറ്റൂർ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. 48ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിൽ സഹ്യപർവ്വതം എന്ന് വിളിക്കപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 ജൂലൈ 1. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിര അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം. 49ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ആൻസർ കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം. 50ാമത്തെ ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് വേമ്പനാട് കായൽ. കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും വേമ്പനാട് കായൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ,
അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരമാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂർ എന്ന സ്ഥലത്ത് പ്ലാവത്തറ വീട്ടിൽ. വെങ്ങാനൂർ എന്ന സ്ഥലത്തെ പ്ലാവത്തറ വീട്ടിൽ 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. വിദ്യയിലൂടെ ഉന്നതി നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യ കർഷക സമരം നടന്നത് 1907 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം നടന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ആൻസർ ഗിഫോർഡ്. ആൻസർ സി ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 53ാമത്തെ ക്വസ്റ്റ്യൻ. വാഗൺ ട്രാജഡി നടന്ന വർഷം? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയായ ആൻസർ ഇല്ലാത്തതിനാലാണ് ഡിലീറ്റ് ആയത്. അപ്പോൾ നോക്കാം, വാഗൺ ട്രാജഡീനെ പറ്റിയിട്ട് നോക്കാം. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നടന്ന ഡേറ്റും വർഷവും 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡി നടന്ന റെയിൽവേ ഗുഡ്സ് വാഗൺ ആണ് MS MLV 1711. വാഗൺ ട്രാജഡി നടന്ന റെയിൽവേ ഗുഡ്സ് വാഗൺ ആണ് MS MLV 1711. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂർ, മലപ്പുറം തിരൂരാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ? ആൻസർ VT ഭട്ടതിരിപ്പാട്. പൊന്നാനി താലൂക്കിൽ ജനിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വൈക്കം സത്യാഗ്രഹം, B ഹരിജൻ ധനസമാഹരണം, C പാലിയം സത്യാഗ്രഹം, D നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം. അതിൽ ഗാന്ധിജി കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് C പാലിയം സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനം നോക്കാം. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ആദ്യം എത്തിയത് 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായി. 1920 ആദ്യമായി ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണത്തിനായി. 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ. 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായും 1934 ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായും 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലും 5 തവണയായാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ആൻസർ 5. അപ്പം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നോക്കാം, വർഷവും വേദിയും അധ്യക്ഷനും. അപ്പോൾ 5 മലബാർ സമ്മേളനങ്ങളാണ് നടന്നത്. ഒന്നാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1916, വേദി പാലക്കാട്, അധ്യക്ഷൻ ആനി ബസന്റ്. ഒന്നാമത്തത് 1916 പാലക്കാട്, ആനി ബസന്റ്. രണ്ടാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1917, വേദി കോഴിക്കോട്, അധ്യക്ഷൻ CP രാമസ്വാമി അയ്യർ. മൂന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1918,
വേദി തലശ്ശേരി, അധ്യക്ഷൻ ആസാദ് അലി ഖാൻ. 4ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1919, വേദി വടകര, അധ്യക്ഷൻ KP രാമൻ മേനോൻ. 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920, വേദി മഞ്ചേരി, അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അറിയപ്പെടുന്നത് കേരളത്തിലെ സൂററ്റ് എന്നാണ്. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകരാണ് ഡോക്ടർ പൽപ്പു, ഡോക്ടർ അയ്യങ്കാളി. ഡോക്ടർ പൽപ്പും ഡോക്ടർ അയ്യങ്കാളിയും ജനിച്ചത് 1863 58ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻസ്: എ മൊഴാറ സമരം, ബി കയ്യൂർ സമരം, സി കരിവള്ളൂർ സമരം, ഡി പുന്നപ്ര വയലാർ സമരം. കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് EK നായനാർ. 59ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻസ്: AV കുട്ടിമാളു അമ്മ, ബി ആനി മസ്കറൻ, സി അക്കമ്മ ചെറിയാൻ, ഡി ഇവരാരുമല്ല. ആൻസർ വരുന്നത് AV കുട്ടിമാളു അമ്മയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ. 1931 കോഴിക്കോട് വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിത AV കുട്ടിമാളു അമ്മ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 2 വർഷം തമിഴ്നാട്ടിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിച്ചു. ഇനി നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ആൻസർ: കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലമാണ് തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് VV ശാന്തകുമാർ എഴുതിയ നാടകമാണ് മണ്ണിക്കലെ മാണിക്യം. പൊയ്കയിൽ കുമാരഗുരുദേവന്റെ പ്രശസ്തമായ കാവ്യസമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. പൊയ്കയിൽ കുമാരഗുരുദേവന്റെ പ്രശസ്തമായ കാവ്യസമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. 61ാമത്തെ ക്വസ്റ്റ്യൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻസ്: എ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു, ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല, സി ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഡി ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. അപ്പോൾ അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന്? ആൻസർ ബി ആണ്, ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ഓപ്ഷൻ ബി, ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ചെറു മസ്തിഷ്കം എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. 62ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പം അതിൽ ശരിയായ ജോഡി മാത്രം പറയാം. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G. റോസൻ. അതാണ് ആൻസർ എ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വാൾട്ടർ G. റോസൻ. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. തെറ്റ് ഞാൻ വായിക്കുന്നില്ലേ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G. റോസൻ. അടുത്തത് 2-3 പോയിന്റ്സ് കൊണ്ട് നോക്കാം. ആയുർവേദത്തിൻ്റെ പിതാവ് ചരകനാണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനിയേഴ്സ് എന്നറിയപ്പെടുന്നു. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. 63ാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. ആൻസർ പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. പെരിയോസ്റ്റിയം അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊളാജൻ നാരുകൾ വഴിയാണ്. പെരിയോസ്റ്റിയം അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊളാജൻ നാരുകൾ വഴിയാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന പെരിയോസ്റ്റിയത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ അറിയപ്പെടുന്നതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ.
64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം കെ ആണ്. എന്താ പറയുന്നത്? മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാൻ കഴിയും. ഭക്ഷണത്തിലൂടെ ഈ ജീവകം ലഭിച്ചില്ലെങ്കിലും അപര്യാപ്തത വരുന്നില്ല. ആ ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ജീവകം കെ ആണ് ആൻസർ. ജീവകം കെ ആണ് ആൻസർ. ഫിലോക്വിനോൺ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. കരളിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. 65ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 65. 66ാമത്തെ ക്വസ്റ്റ്യൻ ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ഓപ്ഷൻസ് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, പാരാസൈറ്റ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണുവാണ് വൈറസ്. ഈഡിസ് ഈജിപ്ത് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് മഞ്ഞപ്പനി പരത്തുന്നത്. ഈഡിസ് ഈജിപ്ത് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് മഞ്ഞപ്പനി പരത്തുന്നത്. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23-ന്റെ പ്രാധാന്യം. ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ വയോമധുരം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചയും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മധുമുക്തി. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. 69ാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം. ആൻസർ തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിതമായ വർഷമാണ് 2005. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പരിസ്ഥിതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി ഹൃദയം. കാർഡിയോളജി ഹൃദയം. പെരികാർഡിയം എന്ന് ശാസ്ത്രീയമായി വിളിക്കുന്നത് ഹൃദയത്തെയാണ്. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം എത്തിക്കുന്ന സിരയാണ് പൾമണറി സിര. ലോക ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29. ഹൃദയമിടിപ്പ് സാധാരണ നിരക്കിനേക്കാൾ കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഹൃദയവാൾവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റൂമാറ്റിക് ഫീവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ആൻസർ ഗരം. ഗരത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശൂന്യതയിലൂടെ ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ശൂന്യതയിലൂടെ ശബ്ദതരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. 120 dBക്ക് മുകളിലുള്ള ശബ്ദം സാധാരണയായി കേൾവിക്ക് തകരാറ് സംഭവിക്കാൻ കാരണമാവും. ശബ്ദത്തിന് പ്രതിധ്വനി സംഭവിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് 17 മീറ്റർ. ശബ്ദത്തിന് പ്രതിധ്വനി സംഭവിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്ററാണ്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അറിയപ്പെടുന്ന പേരാണ് അനുരണനം. 72ാമത്തെ ക്വസ്റ്റ്യൻ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് എ പവർ, ബി ഊർജം, സി ബലം, ഡി മർദ്ദം. ആൻസർ വരുന്നത് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി, ഊർജം എന്നിവയുടെ SI സിസ്റ്റത്തിലെ യൂണിറ്റാണ് ജൂള്. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും CGS യൂണിറ്റാണ് എർഗ്. പ്രവൃത്തിൻ്റെയും ഊർജത്തിൻ്റെയും SI യൂണിറ്റ് ജൂളും പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും CGS യൂണിറ്റ് എർഗുമാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗാണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ
ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ രാസഫലം. ഊർജത്തിൻ്റെ പരിവർത്തനങ്ങൾ നോക്കാം. മൈക്രോഫോണ് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോണ് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഒരു സ്റ്റോറേജ് ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു. ഓപ്ഷൻസ് താപഫലം, രാസഫലം, കാന്തിക ഫലം, പ്രകാശഫലം. ആൻസർ വരുന്നത് രാസഫലം. 74ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രനിലെ ഭൂഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ആൻസർ 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ മാസ് 7.35 × 10⁻22 കിലോഗ്രാം. ചന്ദ്രൻ്റെ വ്യാസം 3475 കിലോമീറ്ററാണ്. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം 10 കിലോഗ്രാം ആണ്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ആൻസർ ജെ തോംസൺ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. തോംസൺ പ്ലം പുഡിംഗ് മാതൃക വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് പറയാം. പോസിറ്റീവ് ചാർജുള്ള ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിതരണം ചെയ്തിരിക്കുന്നത് പുഡിങ്ങിൽ പ്ലം എന്ന പോലെയോ തണ്ണിമത്തനിൽ അതിൻ്റെ വിത്തുകൾ വിതരണം ചെയ്തിരിക്കുന്നതിന് സമാനമായിരിക്കുമെന്നാണ് ജെ തോംസൺ വിശദീകരിച്ചത്. തോംസൺ നെഗറ്റീവ് ചാർജുള്ള കണികകളെ വിളിച്ചിരുന്നത് കോർപ്പസിൽസ് എന്നാണ്. പ്ലം പുഡിംഗ് മോഡൽ അറിയപ്പെടുന്ന പേരാണ് തോംസൻ്റെ ആറ്റോമിക് മോഡൽ. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻസ്: വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, ഡി വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ആൻസർ വരുന്നത് സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നത്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 77ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻസ്: ദൂരം, വേഗം, പ്രവേഗം, സമയം. ഇതിൽ സദിശ അളവാണ് കണ്ടെത്താൻ പറഞ്ഞത്. തന്നിരിക്കുന്നതിലെ സദിശ അളവാണ് പ്രവേഗം. സദിശ അളവുകളും അതിശ അളവുകളും എന്താണെന്ന് നോക്കാം. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ. സദിശ അളവുകൾക്ക് ഉദാഹരണം ഭാരം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം, ബലം. പരിണാമത്തോടു കൂടി ദിശ കൂടി പ്രസ്താവിക്കുമ്പോഴാണ് സദിശ അളവ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ: ഭാരം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം, ബലം. പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് അതിശ അളവുകൾ. അതിശ അളവുകൾക്ക് ഉദാഹരണമാണ് സമയം, ദൂരം, മാസ്, വേഗത, നീളം. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ടാർട്രസിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത്. ഭക്ഷ്യപദാർത്ഥങ്ങളിലെ രാസവസ്തുക്കൾ നോക്കാം. എറിത്രോസിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നു. എറിത്രോസിൻ ചുവപ്പ് നിറം നൽകുന്നു. വാനിലിൻ രുചി കൂട്ടാനാണ് വാനിലിൻ ഉപയോഗിക്കുന്നത്. ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കിട്ടാൻ. ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കിട്ടാൻ. അലൈൻ ഹെക്സോസയനേറ്റ് സുഗന്ധത്തിന്. പൈനാപ്പിളിൻ്റെ സുഗന്ധത്തിനാണ് അലൈൻ ഹെക്സൈനേറ്റ് ഉപയോഗിക്കുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പൊട്ടാസ്യം കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പൊട്ടാഷ് എന്നറിയപ്പെടുന്ന രാസസംയുക്തം പൊട്ടാസ്യം കാർബണേറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് കംപ്ലീറ്റ് ആക്കിയത്. വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മടിക്കരുത്.
അതേപോലെ ഈ PYQ സീരീസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.